ഹായ് ഓൾ, വെൽക്കം ടു അനദർ വീഡിയോ. ഈ വീഡിയോയിൽ നമ്മൾ സെക്കൻഡ് മൊഡ്യൂളാണ് ഡിസ്കസ് ചെയ്യുന്നത്, വിച്ച് ഈസ് നാവിഗേറ്റിംഗ് ഇന്നൊവേഷൻ ചാലഞ്ചസ് ആൻഡ് മാനേജ്മെൻറ്റ് എന്ന മൊഡ്യൂളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് 2 ടോപ്പിക്സ്, ദാറ്റ് ഈസ് ചാലഞ്ചസ് ഓഫ് ഇന്നൊവേഷൻ, അതുപോലെ തന്നെ ഐഡൻറ്റിഫയിങ് ആൻഡ് അഡ്രസ്സിങ് ചാലഞ്ചസ് ഇൻ ഇന്നൊവേഷൻ, അല്ലെങ്കിൽ സ്ട്രാറ്റജീസ് ടു അഡ്രസ് ഇന്നൊവേഷൻ ചാലഞ്ചസ്. ഈ ഏരിയ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് തന്നെ വാട്ട് ആർ ദ കീ ചാലഞ്ചസ് ഇൻ ഇന്നൊവേഷൻ മാനേജ്മെൻറ്റ്. ഇന്നൊവേഷൻ മാനേജ്മെൻറ്റിൻ്റെ മെയിൻ ആയിട്ടുള്ള ചാലഞ്ചസ് അല്ലെങ്കിൽ അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ് ഇന്നൊവേഷൻ മാനേജ്മെൻറ്റിൽ. ഫസ്റ്റ് വൺ ആണ് റെസിസ്റ്റൻസ് ടു ചേഞ്ച്. ദാറ്റ് ഈസ് വെൻ പീപ്പിൾ ഡോണ്ട് വാണ്ട് ടു ആക്സെപ്റ്റ് ന്യൂ ഐഡിയാസോ വേസ് ഓഫ് വർക്കിംഗ്. പുതിയ ഐഡിയാസോ അല്ലെങ്കിൽ പുതിയ ടൈപ്പ് ഓഫ് വർക്കിങ്ങോ ഒന്നും പീപ്പിൾ ആക്സെപ്റ്റ് ചെയ്യാത്ത സിറ്റുവേഷൻസ് ആണ് റെസിസ്റ്റൻസ് ടു ചേഞ്ച് എന്ന് പറയുന്നത്. അതിന് മെയിനായിട്ടുള്ള റീസൺസ് ഒന്ന് കൊഗ്നിറ്റീവ് ഇനേഷ്യ, ലോസ് അവേർഷൻ ആൻഡ് കൾച്ചറൽ കൺസർവേറ്റിസം ആണ്. അപ്പം കൊഗ്നിറ്റീവ് ഇനേഷ്യ എന്ന് പറഞ്ഞാൽ പീപ്പിൾ പ്രിഫർ വാട്ട് ഈസ് ഫെമിലിയർ, ഇറ്റ്സ് മെൻ്റലി ഹാർഡ് ടു അഡോപ്റ്റ് ന്യൂ ഹാബിറ്റ്സ് ആൻഡ് സ്റ്റോപ്പ് ഓൾഡ് വൺസ്. പഴയ കാര്യങ്ങൾ ഒഴിവാക്കി പുതിയതിനോട് അഡാപ്റ്റ് ആവാനുള്ള ഒരു താല്പര്യമില്ലായ്മ, അതിനെയാണ് കൊഗ്നിറ്റീവ് ഇനേഷ്യ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ലോസ് അവേർഷൻ. ദാറ്റ് ഈസ് എംപ്ലോയീസ് ഫിയർ ലൂസിങ് ദർ ജോബ് സെക്യൂരിറ്റി, സ്റ്റാറ്റസ് ഓർ കംഫർട്ട് വിച്ച് മേക്സ് ദം റെസിസ്റ്റ് ചേഞ്ചസ് ഈവൺ ഇഫ് ദേ ആർ ബെനിഫിഷ്യൽ. അതായത് എംപ്ലോയീസ് ബിസിനസ്സിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിലൂടെ അവരുടെ എംപ്ലോയ്മെൻറ്റ് സ്റ്റാറ്റസിലോ സെക്യൂരിറ്റിയിലോ ഒക്കെ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുമോ, അതുകൊണ്ട് റെസിസ്റ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസിനെയാണ് ലോസ് അവേർഷൻ എന്ന് പറയുന്നത്. ദെൻ കൾച്ചറൽ കൺസർവേറ്റിസം. ദ ഓർഗനൈസേഷൻസ് ട്രഡീഷണൽ വാല്യൂ ആൻഡ് റിജിഡ് സ്ട്രക്ചേഴ്സ് റിജക്റ്റ് ന്യൂ ഡിസ്റപ്റ്റീവ് ഐഡിയാസ്. ചില ബിസിനസ്സുകൾ അവരുടേതായ ഒരു റിജിഡ് ഫോർമാറ്റ് ഉണ്ടാവും. സോ അതൊക്കെ പുതിയ പുതിയ മാറ്റങ്ങളെ റിജക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ളതായിരിക്കും. സോ ദീസ് ആർ ദ പോയിൻറ്റ്സ് കംസ് അണ്ടർ റെസിസ്റ്റൻസ് ടു ചേഞ്ച്. ദെൻ സെക്കൻഡ് വൺ ആണ് സ്ട്രക്ചറൽ പ്രോബ്ലംസ്. ദാറ്റ് ആർ ഇഷ്യൂസ് റിലേറ്റഡ് ടു ദ വേ ദ ഓർഗനൈസേഷൻ ഈസ് സെറ്റപ്പ്. ഒരു ഓർഗനൈസേഷണൽ സെറ്റപ്പിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ എങ്ങനെയാണോ ഒരു ഓർഗനൈസേഷൻ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ സ്ട്രക്ചറൽ പ്രോബ്ലംസ് ആണ് നെക്സ്റ്റ് വൺ പറയുന്നത്. അതിൽ വരുന്നതാണ് സിലോയിഡ് ഓർഗനൈസേഷണൽ സ്ട്രക്ചേഴ്സ്, ബ്യൂറോക്രാറ്റിക് ബോട്ടിൽ നെക്സ് ആൻഡ് ഇൻറ്റേർണൽ കോമ്പറ്റീഷൻ. സിലോയിഡ് ഓർഗനൈസേഷണൽ സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻ എ ബിസിനസ് ദർ ആർ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ്, പല പല ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാവും. സോ ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് ഐസൊലേറ്റഡ്, അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ഒറ്റപ്പെട്ട് കിടക്കുന്ന രീതിയിലാണെങ്കിൽ അതിനെയാണ് സിലോയിഡ് ഓർഗനൈസേഷണൽ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പം അവിടെ ഒരു ഇൻഫർമേഷൻ ഷെയർ ഉണ്ടാവില്ല, നോളജ് ഷെയർ ഉണ്ടാവില്ല, ടീം വർക്ക് ഉണ്ടാവില്ല. സോ അങ്ങനെയുള്ള ഓർഗനൈസേഷണൽ സ്ട്രക്ചേഴ്സിൽ ഇന്നൊവേഷൻസ് പോസിബിൾ ആവില്ല. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ബ്യൂറോക്രാറ്റിക് ബോട്ടിൽ നെക്സ്. ദാറ്റ് ഈസ് ഒരു ബിസിനസ്സിൻ്റെ ഉള്ളിൽ ടൂ മെനി റൂൾസ് ഉണ്ടെങ്കിൽ, വളരെയധികം റൂൾസ് ഉണ്ട്, റിജിഡ് പ്രോസസ്സൊക്കെയാണ്. എന്തെങ്കിലും ഒരു പുതിയ കാര്യം അപ്രൂവ് ചെയ്ത് കിട്ടണമെങ്കിൽ കുറേ റിജിഡ് ആയിട്ടുള്ള പ്രോസസ്സ് ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസിൽ അവിടെ ഇന്നൊവേഷൻസ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടായിരിക്കും. ദെൻ ഇൻറ്റേർണൽ കോമ്പറ്റീഷൻ. ദാറ്റ് ഈസ് വിത്തിൻ ദ കമ്പനി ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് തമ്മിൽ ഇൻറ്റേർണലായിട്ട് കോമ്പറ്റീഷൻസ് നടക്കുന്നുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് തമ്മിൽ കൊളാബറേറ്റ് ചെയ്ത് ഒരു കാര്യവും ചെയ്യില്ല. അതുകൊണ്ട് തന്നെ പുതിയ പുതിയ ഐഡിയാസൊക്കെ ബിസിനസ്സിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതാണ് സ്ട്രക്ചറൽ പ്രോബ്ലംസിൻ്റെ അണ്ടറിൽ വരുന്നത്. നെക്സ്റ്റ് വൺ ഈസ് സൈക്കോളജിക്കൽ ബാരിയേഴ്സ്. ദീസ് ആർ റിലേറ്റഡ് ടു ദ മൈൻഡ് സെറ്റ് ആൻഡ് ഫീലിങ്സ് വിത്തിൻ ദ വർക്ക് പ്ലേസ്. ഒരു വർക്ക് പ്ലേസിൻ്റെ ഉള്ളിലുള്ള മൈൻഡ് സെറ്റ്, ഫീലിങ്സിനെ റിലേറ്റ് ചെയ്യുന്ന ബാരിയേഴ്സാണ് സൈക്കോളജിക്കൽ ബാരിയേഴ്സ് എന്ന് പറയുന്നത്. അതിൽ വരുന്നതാണ് ഫിയർ ഓഫ് ഫെയിലിയർ, ലാക്ക് ഓഫ് സൈക്കോളജിക്കൽ സേഫ്റ്റി, പെർഫോമൻസ് ഓറിയൻറ്റഡ് കൾച്ചർ. സോ ഫിയർ ഓഫ് ഫെയിലിയർ മീൻസ് എംപ്ലോയീസ് എന്തെങ്കിലും ഐഡിയാസ് കൊണ്ടുവരുന്നത് കൊണ്ട് മിസ്റ്റേക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള പേടി കൊണ്ട് അതൊന്നും നടത്താതിരിക്കുക, അല്ലെങ്കിൽ ക്രിയേറ്റീവ് ഐഡിയാസ് ഒന്നും കൊണ്ടുവരാതിരിക്കുന്ന സിറ്റുവേഷൻസ്. Then lack of psychological safety means the work environment doesn't feel safe for employees to express unconventional ideas, ask questions or challenge the status quo without fear of ridicule. That means ഒരു പുതിയ ഐഡിയ കൊണ്ടുവരാനോ അല്ലെങ്കിൽ ഒരു പുതിയ ഫീലിങ്സ് അല്ലെങ്കിൽ പുതിയ ഇന്നൊവേഷൻസ് എക്സ്പ്രസ് ചെയ്യാനോ ധൈര്യപൂർവ്വം എക്സ്പ്രസ് ചെയ്യാനോ ഉള്ള ഒരു വർക്ക് എൻവയോൺമെൻറ്റ് ബിസിനസ്സിൽ ഇല്ലെങ്കിൽ, അവിടെ ഒരു സൈക്കോളജിക്കൽ സേഫ്റ്റി എംപ്ലോയീസിന് കിട്ടുന്നില്ലെങ്കിൽ അവിടെ ഇന്നൊവേഷൻസ് പോസിബിൾ ആവില്ല. ദെൻ പെർഫോമൻസ് ഓറിയൻറ്റഡ് കൾച്ചർ. ടു മച്ച് ഫോക്കസ് ഓൺ ഫ്ലോലെസ് എക്സിക്യൂഷൻ ആൻഡ് ഷോർട്ട് ടേം മെട്രിക്സ് മേക്സ് പീപ്പിൾ റിസ്ക് അവേഴ്സ്, ഡിസ്കറേജിങ് ദ പെർസ്യൂട്ട് ഓഫ് ബോൾഡ് ഇന്നൊവേറ്റീവ് ഐഡിയാസ് ദാറ്റ് നാച്ചുറലി ഇൻവോൾവ് ഇനീഷ്യൽ ഫെയിലിയർ. ദാറ്റ് ഈസ് ഒരു ബിസിനസ് യൂണിറ്റ് പെർഫോമൻസ് ഓറിയൻറ്റഡ് കൾച്ചറാണ്, അല്ലെങ്കിൽ ഓരോ വ്യക്തിയുടെയും പെർഫോമൻസ് അനുസരിച്ചിട്ടാണ് ആ ഒരു എംപ്ലോയിനെ
അളക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ അവരൊരിക്കലും ഒരു പുതിയ കാര്യത്തിലേക്ക് മാറാൻ വേണ്ടി ശ്രമിക്കില്ല. ബിക്കോസ് ഒരു ഇന്നോവേറ്റീവ് ഐഡിയ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഇനീഷ്യൽ സ്റ്റേജിൽ മേ ബി അത് ഫെയിലിയർ ആവാം, അവർക്ക് ലോസ് സംഭവിക്കാം. സോ അത് അവരുടെ പെർഫോമൻസിനെ എഫക്റ്റ് ചെയ്യുമോ എന്നുള്ള പേടി കൊണ്ട് ഇന്നോവേഷൻസിനെ സപ്പോർട്ട് ചെയ്യാത്ത സിറ്റുവേഷൻസ് ഉണ്ടാവാം. അതാണ് സൈക്കോളജിക്കൽ ബാരിയേഴ്സിൽ വരുന്നത്. ദെൻ കംസ് റിസോഴ്സസ് ആൻഡ് ഫോക്കസ് ഇഷ്യൂസ്. ദിസ് കവേഴ്സ് ലാക്ക് ഓഫ് നെസസറി ഫണ്ടിങ്, പീപ്പിൾ ആൻഡ് സ്ട്രാറ്റജിക് അറ്റൻഷൻ. ദാറ്റ് ഈസ് ഒരു ഇന്നോവേഷൻസ് പോസിബിൾ ആവാനുള്ള ഫണ്ടിങ് ഇല്ലാത്തത്, അതുപോലെ തന്നെ അതിന് വേണ്ട ആൾക്കാർ, വർക്ക് ഫോഴ്സ് ഇല്ലാത്ത അവസ്ഥ, ഇതിനെയൊക്കെയാണ് റിസോഴ്സ് ആൻഡ് ഫോക്കസ് ഇഷ്യൂസിൽ പറയുന്നത്. അതിൽ വരുന്ന റിസോഴ്സ് കൺസ്ട്രെയിൻസ് മീൻസ് റിസോഴ്സസിൻ്റെ അവൈലബിലിറ്റി ഇല്ലാത്ത അവസ്ഥ. ദാറ്റ് ഈസ് ഫണ്ട് ആവാം, മണി ആവാം, സ്കിൽഡ് ലേബേഴ്സ് ആവാം, ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ആവാം, ഇങ്ങനെയുള്ള റിസോഴ്സസിൻ്റെ അൺഅവൈലബിലിറ്റി. ദെൻ ടാലൻറ്റ് ഗ്യാപ്സ്. ദാറ്റ് ഈസ് ദ ഓർഗനൈസേഷൻ ലാക്സ് എംപ്ലോയീസ് വിത്ത് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സ്കിൽസ് ഉള്ള എംപ്ലോയീസ് ഇല്ലാത്ത അവസ്ഥ. ദെൻ ഷോർട്ട് ടൈം ഫോക്കസ്. ദാറ്റ് ഈസ് ഓർഗനൈസേഷൻസ് മെയിനായിട്ടും ഷോർട്ട് ടൈം ഒബ്ജക്റ്റീവ്സിലേക്ക് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് അവർ ഇന്നോവേഷൻസ് ഒന്നും പ്രൊമോട്ട് ചെയ്യില്ല. കാരണം ഇന്നോവേഷൻസ് എപ്പോഴും ഒരു ലോങ് ടേമിലായിരിക്കും അതിൻ്റെ ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടുന്നുണ്ടാവുക. Then competing priorities, that is day-to-day operations and urgent tasks take up all the limited resources, pushing innovation efforts to back burner. That is priority ഉള്ളതിന് റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഡേ ടു ഡേ വർക്കിങ്ങിന് വേണ്ടിയിട്ടായിരിക്കും ആ ബിസിനസ് റിസോഴ്സ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നോവേറ്റീവ് ഐഡിയാസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള റിസോഴ്സസ് ഒന്നും അവൈലബിൾ അല്ലാത്ത സിറ്റുവേഷൻസ്. ഇതാണ് റിസോഴ്സ് ആൻഡ് ഫോക്കസ് ഇഷ്യൂസിൽ വരുന്നത്. ദെൻ ലാസ്റ്റ് വണ്ണാണ് സ്ട്രാറ്റജിക് ആൻഡ് മാനേജ്മെൻറ്റ് ഗ്യാപ്സ്. ദാറ്റ് ഈസ് ഫെയിലിയേഴ്സ് ഇൻ ലീഡർഷിപ്പ് ആൻഡ് പ്ലാനിങ് ഫോർ ഇന്നോവേഷൻ. ഇന്നോവേഷൻസ് കൃത്യമായി പ്ലാൻ ചെയ്യാനും ഇംപ്ലിമെൻറ്റ് ചെയ്യാനും ഉള്ള ഒരു ലീഡർഷിപ്പ് ഇല്ലാത്ത അവസ്ഥ. അതിൽ വരുന്നതാണ് ആബ്സെൻസ് ഓഫ് എ സ്ട്രക്ചേർഡ് ഇന്നോവേഷൻ പ്രോസസ്, ദെൻ ലാക്ക് ഓഫ് ഗവേണൻസ്, മിസ്അലൈൻമെൻറ്റ് വിത്ത് സ്ട്രാറ്റജിക് ഒബ്ജക്റ്റീവ്സ്, വീക്ക് ലീഡർഷിപ്പ് കമ്മിറ്റ്മെൻറ്റ്, ഇൻഫ്ലെക്സിബിൾ ബിസിനസ് മോഡൽസ്. ഇതൊക്കെ സ്ട്രാറ്റജിക് ആൻഡ് മാനേജ്മെൻറ്റ് ഗ്യാപ്സിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. സോ ദീസ് ആർ സം ഓഫ് ദ ചാലഞ്ചസ് ഇൻ ഇന്നോവേഷൻ മാനേജ്മെൻറ്റിൽ ഒരു ബിസിനസ് ഫേസ് ചെയ്യാൻ ചാൻസ് ഉള്ള വേരിയസ് പ്രോബ്ലംസ് അല്ലെങ്കിൽ ചാലഞ്ചസ് ആണ് ഇവയൊക്കെ. സോ നെക്സ്റ്റ് ടോപ്പിക്കാണ് സ്ട്രാറ്റജീസ് ടു അഡ്രസ് ഇന്നോവേഷൻ ചാലഞ്ചസ്. നമ്മൾ ഇന്നോവേഷൻ ചാലഞ്ചസ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തു. സോ ഈ ചാലഞ്ചസ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ബിസിനസ്സുകൾക്ക് എന്തൊക്കെ സ്ട്രാറ്റജീസ് അഡോപ്റ്റ് ചെയ്യുക എന്നുള്ളത്. So first one ആണ് use iterative development cycles. That means implement agile methodologies like rapid prototyping and real-time testing and continuous learning to quickly catch flaws and adapt, which reduces risk. That is പ്രോട്ടോടൈപ്പിംഗ് അതുപോലെ തന്നെ റിയൽ ടൈം ടെസ്റ്റിംഗ് പോലെയുള്ള മെത്തഡോളജീസ് ഒക്കെ യൂസ് ചെയ്തിട്ട് പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ഒരു പുതിയ ഇന്നോവേറ്റീവ് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പം അതിൻ്റെ ഒരു മോഡൽ ആദ്യം ക്രിയേറ്റ് ചെയ്യുക. ദെൻ അതിൽ വരുന്ന ഫ്ലോസിന് എന്തൊക്കെയാണ് ചേഞ്ചസ് വരുത്തേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് കസ്റ്റമേഴ്സിൻ്റെ നീഡ്സിനനുസരിച്ചിട്ട് ചേഞ്ചസ് വരുത്തേണ്ടത്, ആ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തുക. അങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ റിസ്ക് ഓഫ് ലോസ് മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ദെൻ സെക്കൻഡ് വൺ ആണ് സെറ്റ് റിയലിസ്റ്റിക് ആൻഡ് മെഷറബിൾ ഒബ്ജക്റ്റീവ്സ്. ദാറ്റ് മീൻസ് സ്റ്റാർട്ട് ഇന്നോവേഷൻ വിത്ത് ക്ലിയർ അറ്റൈനബിൾ ഗോൾസ് അലൈൻഡ് വിത്ത് ഓർഗനൈസേഷൻസ് ഓവറോൾ വിഷൻ. ഒരു ബിസിനസ്സിൻ്റെ ഓവറോൾ വിഷനുമായിട്ട് ചേർന്ന് നിൽക്കുന്ന, എന്നാൽ ബിസിനസ്സിന് എത്തിപ്പെടാൻ പറ്റുന്ന രീതിയിലുള്ള ബിസിനസ് ഗോൾസ് ഒക്കെ സെറ്റ് ചെയ്യുക. ദിസ് ഹെൽപ്സ് ട്രാക്ക് പ്രോഗ്രസ് ആൻഡ് മേക്ക് സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ് ഈസിയർ. അങ്ങനെ സെറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കൃത്യമായിട്ട് ആ ഒരു ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കാര്യം കൃത്യമായി ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. നെക്സ്റ്റ് വണ്ണാണ് പ്രൊമോട്ട് ട്രാൻസ്പെറൻസി ആൻഡ് കമ്മ്യൂണിക്കേഷൻ. That is, frequent and honest communication about innovation efforts ensures stakeholders alignment and trust. That is, ഒരു പെർട്ടിക്കുലർ ഇന്നോവേഷൻ അല്ലെങ്കിൽ ഇന്നോവേഷൻ ബിസിനസ്സിൽ അഡോപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ട് എല്ലാവരുമായിട്ട് കൃത്യമായിട്ട് പറയുക. എംപ്ലോയീസും അല്ലെങ്കിൽ എല്ലാ ലെവലിലുള്ള ആൾക്കാർക്കും അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. അതുകൊണ്ട് തന്നെ അവർക്ക് ആ രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നെക്സ്റ്റ് വൺ ആണ് ഫോസ്റ്റർ എ കൾച്ചർ ഓഫ് ഇന്നോവേഷൻ. ദാറ്റ് ഈസ് ലീഡേഴ്സ് മസ്റ്റ് എൻകറേജ് റിസ്ക് ടേക്കിംഗ് ആൻഡ് ആക്സെപ്റ്റ് ഫെയിലിയേഴ്സ് ആസ് പാർട്ട് ഓഫ് ലേണിംഗ്. ഒരു ബിസിനസ്സിൽ ഒരു ഇന്നോവേഷൻ കൾച്ചർ കൊണ്ടുവരിക. ഇനി ഇന്നോവേറ്റീവ് ഐഡിയാസ് കൊണ്ടുവന്ന് അത് ഫെയിലിയർ ആയെങ്കിൽ തന്നെ അതിനെ ആരെയും കുറ്റപ്പെടുത്താതെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഇന്നോവേഷൻസ് കൊണ്ടുവരുന്ന സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൾച്ചർ ഒരു ബിസിനസ് യൂണിറ്റിൽ ഉണ്ടാക്കിയെടുക്കുക. നെക്സ്റ്റ് വൺ ഈസ് എംപവർ എംപ്ലോയീസ്. ദാറ്റ് ഈസ് എംപ്ലോയീസിന് ആവശ്യമായ ഫ്രീഡം, അതുപോലെ തന്നെ റിസോഴ്സസ്, ഇന്നോവേഷൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ടൂൾസ്, ഇതൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് ഇന്നോവേഷൻസിലേക്ക് ആൾക്കാരെ, എംപ്ലോയീസിനെ കൂടുതൽ എംപവർ ചെയ്യുക.
ദെൻ ഇൻ്റഗ്രേറ്റ് ഇന്നൊവേഷൻ വിത്ത് സ്ട്രാറ്റജിക് ഗോൾസ്. ഒരു ഇന്നൊവേഷൻസ് എന്തെങ്കിലും ബിസിനസ്സിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആ ബിസിനസ്സിൻ്റെ സ്ട്രാറ്റജിക് ഗോളുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് പോവുക. ദെൻ ക്രിയേറ്റ് ക്രോസ് ഫങ്ഷണൽ ആൻഡ് എക്സ്റ്റേണൽ കൊളാബറേഷൻ ഓപ്പർച്യൂണിറ്റീസ്. ആ ബിസിനസ്സിൻ്റെ ഇൻറ്റേർണലി നടക്കുന്ന ഇന്നൊവേഷൻ അല്ലാതെ എക്സ്റ്റേണൽ പാർട്ടീസുമായിട്ട് അലൈൻ ചെയ്ത് കൊളാബറേറ്റ് ചെയ്തുകൊണ്ടുള്ള ഇന്നൊവേഷൻസിനൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്യുക. ദെൻ ബിൽഡ് എ സ്ട്രക്ചേർഡ് ഇന്നൊവേഷൻ പ്രോസസ്സ്. ആ ഒരു ഇന്നൊവേഷൻ പ്രോസസ്സിന് കൃത്യമായൊരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ടൊരു ഇന്നൊവേഷൻ പ്രോസസ്സ് ഒരു ബിസിനസ്സിൽ നടന്നു പോകും. ദെൻ ഡെവലപ്പ് ഇന്നൊവേഷൻ സ്പെസിഫിക് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് കൃത്യമായിട്ടും എന്താണ് ഒരു ബിസിനസ്സിൽ വേണ്ട പെർഫോമൻസ് അതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സാണ്. സോ അതിനോട് ചേർന്ന് അല്ലെങ്കിൽ അങ്ങനെയുള്ള കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സൊക്കെ ഡെവലപ്പ് ചെയ്തിട്ട് ഇന്നൊവേഷൻ സ്പെസിഫിക് ആയിട്ടുള്ള കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സിനെയൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുക. സോ വി ക്യാൻ മെഷർ ദ റിസൾട്ട്. അത് കൃത്യമായിട്ട് ആ ഇൻഡിക്കേറ്റർ വെച്ച് നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ദെൻ ഇൻവെസ്റ്റ് ഇൻ ദ റൈറ്റ് ടൂൾസ് ആൻഡ് ടെക്നോളജി. ഇന്നൊവേഷനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇന്നൊവേഷൻ സപ്പോർട്ട് ചെയ്യുന്ന കൃത്യമായ ടൂൾസ് ആൻഡ് ടെക്നോളജിയിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ നടത്തുക. ഇങ്ങനെയുള്ള വേരിയസ് സ്ട്രാറ്റജിയിലൂടെ നമുക്ക് ആ ഒരു ഇന്നൊവേഷൻ ചാലഞ്ചസിനെ മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ ഒരു ബിസിനസ്സിന് ഇന്നൊവേഷൻസ് അഡോപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുകളൊക്കെ കൂടുതലായിട്ടും വരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. സോ ഈ 2 ടോപ്പിക്കാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ദാറ്റ് ഈസ് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് കീ ചാലഞ്ചസ് ഓഫ് ഇന്നൊവേഷൻ മാനേജ്മെൻറ്റ്. ഇന്നൊവേഷൻ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഇന്നൊവേഷൻ ബിസിനസ്സിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൽ ഒരു ബിസിനസ് യൂണിറ്റ് ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണ്. ദെൻ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ആ ചാലഞ്ചസ് ഒക്കെ എങ്ങനെ ഒഴിവാക്കിയെടുക്കാം അല്ലെങ്കിൽ അതിനെ എങ്ങനെ നമുക്ക് നേരിടാൻ വേണ്ടി സാധിക്കും. സോ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ടിനായിട്ട് ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്